നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. ദേശീയപാതയിലെ ആമ്പലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ആളൂർ വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 97ാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. വാർത്തകൾ വിശദമായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ആന്റോ പാണാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോബി ഇല്ലിമൂട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. ഉച്ചതിരിഞ്ഞ് 3:45 ദിവ്യബലിയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും 7 സൗണ്ട് ഷോ ഫയർ ഷോയും ഉണ്ടായി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, ICDS സൂപ്പർവൈസർ വിജയലക്ഷ്മി, ചൈൽഡ് റിസോഴ്സ് പേഴ്സൺ രഖന ഉണ്ണികൃഷ്ണൻ, കില തീമാറ്റിക് എക്സ്പെർട്ട് ധന്യ, ജനപ്രതിനിധികൾ, അധ്യാപികമാർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികസനങ്ങൾക്ക് വേണ്ടിയും കുട്ടികളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുമാണ് ചൈൽഡ് റിസോഴ്സ് സെന്റർ പ്രവർത്തിക്കുന്നത്. 100ഓളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ദേശീയപാതയിലെ ആമ്പലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടന്നുപോകാൻ വീതി കുറഞ്ഞ റോഡ് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഗതാഗത തടസ്സമുണ്ടാകാൻ കാരണം. ആമ്പലൂർ സെന്റർ മുതൽ പുതുക്കാട് വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് തിരക്ക് അനുഭവപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയായിരുന്നു. 100 കണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും ഇതോടെ ദുരിതത്തിലായി. 1.5 കിലോമീറ്ററിലേറെ ദൂരം ഇഴഞ്ഞാണ് വാഹനങ്ങൾ നീങ്ങിയത്. പ്രാദേശിക ഗതാഗതവും താറുമാറായി. സർവീസ് റോഡ് പൂർത്തീകരിക്കാത്തതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. അവധി ദിനങ്ങളും വാഹനങ്ങൾ കൂടുതൽ എത്തുന്ന ദിവസങ്ങളിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. ടോൾ പ്ലാസയിലും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടാകാറുണ്ട്. സർവീസ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചത് യാത്രക്കാരെയും വ്യാപാരികളെയും വലയ്ക്കുകയാണ്. ആളൂർ വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി രാജേഷ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മാതൃസമിതി നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലെ 7ാം വാർഡിലെ വാരിക്കാട്ട് വീട്ടിൽ സദാനന്ദന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ അടിയന്തര ഇടപെടലിൽ സംരക്ഷണമൊരുങ്ങി. വയോധികനായ 68-കാരനായ സദാനന്ദൻ പ്രായത്തിന്റെ അവശതയാലും സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലും ബുദ്ധിമുട്ടുകയായിരുന്നു. വിഷയം ലോട്ടറി തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി ഷാജി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒറ്റപ്പെട്ട വയോധികന്റെ സംരക്ഷണവും സുരക്ഷയും എത്രയും വേഗം ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം ഓർഫനേജ് കൗൺസിലർ സദാനന്ദന്റെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. സദാനന്ദൻ വിവാഹിതനും 3 പെൺകുട്ടികളുടെ പിതാവുമാണ്.
കഴിഞ്ഞ 23 വർഷമായി സദാനന്ദൻ ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. തന്റെ ഇടതുകൈക്കും ഇടതുകാലിനും തളർച്ചയും ബുദ്ധിമുട്ടും വന്നതോടെ ജോലിക്ക് പോകാനോ സ്വയം കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയിലായി സദാനന്ദന്റെ ജീവിതം. കുടുംബ പ്രശ്നങ്ങൾ മൂലം വീട് വിട്ടിറങ്ങിയ സദാനന്ദൻ ബന്ധുവിന്റെ വീട്ടിലേക്ക് താമസം മാറുകയായിരുന്നു. എന്നാൽ അവിടെയും 2 പ്രായമായവർ മാത്രം ഉള്ളതിനാൽ തനിക്ക് സംരക്ഷണം ഒരുക്കണം എന്നറിയിച്ചത്. തുടർന്ന് വിഷയം ഷാജി സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് സദാനന്ദനെ കോട്ടപ്പടിയിലുള്ള അഭയഭവൻ എന്ന സ്ഥാപനത്തിലേക്ക് പുനരധിവസിപ്പിച്ച് സംരക്ഷണം ഉറപ്പാക്കി. ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓർഫനേജ് കൗൺസിലർ ദിവ്യ അബീഷ്, അജയകുമാർ, രവീന്ദ്രൻ, ജീവൻലാൽ എന്നിവർ ചേർന്ന് സദാനന്ദനെ അഭയഭവൻ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 97ാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സീനിയർ ആർട്ടിസ്റ്റും ഇന്റർനാഷണൽ സുംബ ലൈസൻസ്ഡ് ഇൻസ്പെക്ടറുമായ ശ്രീലക്ഷ്മി എം മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായി. മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV വല്ലഭൻ, പഞ്ചായത്ത് മെമ്പർമാരായ NP അഭിലാഷ്, സീബ ടീച്ചർ, ശാന്തി ബാബു, ജിഷ ഹരിദാസ്, PTA വൈസ് പ്രസിഡന്റ് TN മധു, MPTA പ്രസിഡന്റ് സോണിയ വിപിൻ, സ്റ്റാഫ് സെക്രട്ടറി സിനി ജോൺ മേച്ചേരി, സ്കൂൾ ചെയർമാൻ യാഗേശ്വർ PS, സ്കൂൾ ലീഡർ പവിത്ര അഭിലാഷ്, വിരമിക്കുന്ന അധ്യാപിക ബീന കുര്യൻ എന്നിവർ സംസാരിച്ചു. സീനിയർ ടീച്ചർ ഗീത KG റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ചാൾസ് വർഗീസ് സ്വാഗതം ആശംസിച്ചു. പ്രധാന അധ്യാപിക കൃപാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. സംസ്ഥാന ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മുൻ PTA ഭാരവാഹികളെയും അനുമോദിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് കൊടുങ്ങല്ലൂർ പോർട്ട് ഓഫീസർക്ക് കൈമാറി. മുനമ്പത്തു നിന്നും കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ജില്ലയിൽ ചേന്ദമംഗലം കരിപ്പായി കടവ് സ്വദേശി നിലവ് വീട്ടിൽ മേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന പേരുള്ള സ്പീഡ് ബോട്ട് യാതൊരുവിധ അനുമതി പത്രമോ രേഖകളോ ഇല്ലാതെയാണ് കടലിലൂടെ സഞ്ചരിച്ചത്. അഴീക്കോട് അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ അമിത വേഗതയിലും അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരത്തക്ക രീതിയിൽ കടലിലൂടെ ഓടിച്ച ഉല്ലാസ ബോട്ട് ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോൾ ബോട്ട് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകൾ ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അഴീക്കോട് പോർട്ട് ഓഫീസിന്റെ അനുമതിയില്ലാതെ കടലിലൂടെ മനുഷ്യജീവന് ഭീഷണിയാകും വിധം സഞ്ചരിച്ച ഉല്ലാസ ബോട്ട് മത്സ്യബന്ധന യാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകി. പോർട്ട് കൺസർവേറ്റർ ബോട്ട് പരിശോധിച്ച് പിഴ ഈടാക്കും. ഓപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C. സീമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത്. സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽ കുമാർ, സീ റെസ്ക്യൂ ഗാർഡുമാരായ ഷഫീഖ്, സിജീഷ്, ബോട്ട് സ്രാങ്ക് സന്തോഷ് മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൽ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് ഓട്ടോണമസ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ അഗോറയുടെ നേതൃത്വത്തിൽ ഫൈൻ ആർട്സ് ഫെസ്റ്റ് തകജം 2025 സംഘടിപ്പിച്ചു. നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ പ്രിൻസി ആൻഡോ അധ്യക്ഷത വഹിച്ചു. ഫൈൻ ആർട്സ് സ്റ്റാഫ് കോർഡിനേറ്റർ സ്മിത ഡേവിസ്, അധ്യാപക പ്രതിനിധി ലിൻറ്റ് റോസ്ലിൻ ആന്റണി, ഫൈൻ ആർട്സ് സെക്രട്ടറി അർച്ചന A എന്നിവർ സംസാരിച്ചു. 4 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഈ ഉത്സവത്തിൽ സ്റ്റേജ്, ഓഫ് സ്റ്റേജ് കലാപ്രകടനങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിയിരുന്നു. ഏറ്റവും ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത് പ്രാർത്ഥന ഗാനം ആലപിച്ച ഗൗരിയോടാണ്. ഗൗരി പാട് ചൊല്ലിയ ആ പ്രാർത്ഥന ഇടവഴികൾ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമുള്ളതാണ്. നമ്മളൊക്കെ മറന്നു പോകുന്നതും അതാണ്. നമ്മളൊക്കെ ഏത് കൊടിയുടെ ചുവട്ടിൽ. ഇന്നത്തെ സ്വർണ്ണവില
സ്വർണം ഗ്രാമിന് 7435 രൂപ, പവന് 59,480 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ചൈൽഡ് റിസോഴ്സ് സെന്റർ ആരംഭിച്ചു. ദേശീയപാതയിലെ ആമ്പലൂർ പുതുക്കാട് മേഖലയിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. ആളൂർ വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 97ാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.